വീട് കാണിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആ കാടിനകത്ത് വഴി തെറ്റിപ്പോയ രണ്ടുപേരെ കാണാം. മെഗൻ പിന്നെ മെഗന്റെ ബോയ് ഫ്രണ്ടായ ജേക്ക്. ഇവരിപ്പോ ആ കാടിനകത്ത് വഴി തെറ്റി അലഞ്ഞു തിരിയാൻ തുടങ്ങിയിട്ട് 2-3 മണിക്കൂറായി. അവരുടെ കാർ എവിടെ പോയി എന്നറിയില്ല. ഇനി ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാന്ന് വെച്ചാല് നെറ്റ്വർക്ക് ഇല്ല, ഫോൺ ആണെങ്കിൽ കണക്ട് ആവുന്നില്ല. ഹേയ് പേടിക്കാതിരിക്കെ, ഞാൻ എല്ലാം ശരിയാക്കാം, നമുക്ക് പുറത്തു കിടക്കാം. ജേക്ക് ഇങ്ങനെ ഗേൾ ഫ്രണ്ടിനെ സമാധാനിപ്പിച്ച് ആ കാടിന് ചുറ്റും നോക്കുമ്പോ കുറച്ച് ദൂരെയായിട്ട് ഒരു വീട് കാണാം. മെഗന്റെ കാലിന് പരിക്ക് പറ്റിയത് കാരണം ബോയ് ഫ്രണ്ട് അവളെ ആ വീടിന് വെളിയിലിരുത്തി സഹായം ചോദിക്കാനായിട്ട് ആ വീട്ടിലേക്ക് പോവാ. അവൻ ഒരുപാട് തവണ ഡോറിൽ തട്ടി നോക്കിയിട്ട് പുറത്തേക്ക് ആരെയും കാണുന്നൊന്നുമില്ല. ഇക്കാര്യം ജേക്ക് ഗേൾ ഫ്രണ്ടിനോട് പറയും. മെഗൻ, ഇവിടെയൊന്നും ആരുമില്ല. ഉടനെ തന്നെ ഗേൾ ഫ്രണ്ട് പറയും, അകത്തേക്ക് കയറി നോക്ക്, എങ്ങനെയെങ്കിലും ഫോൺ കണ്ടെത്തി ആരെങ്കിലും സഹായത്തിന് വിളിക്ക്. ഇത് കേട്ട ഉടനെ തന്നെ ജേക്ക് ഓടിച്ചാടി താഴേക്ക് ഇറങ്ങി. താഴെ ഒരു സ്റ്റോറേജ് മുറിയുണ്ട്. അത് തുറന്നു കിടക്കുകയായിരുന്നു. മാത്രമല്ല അതിനകത്ത് അത്രയും വൃത്തികെട്ട സ്മെല്ലായിരുന്നു. ജേക്കിന് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അതിനകത്തേക്ക് കയറല്ലാതെ വേറൊരു മാർഗവും ഇല്ലല്ലോ.